ഹലോ ICL ഹൗസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ റമദാൻ എപ്പിസോഡ് 20 നമ്മൾ അടിപൊളി പിസ്സ ബോട്ടിൻ്റെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പിസ്സ ബോട്ട് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് മാവ് തയ്യാറാക്കാൻ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുക. ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഫെർമെന്റ് ആവാൻ വെക്കണം. ഇപ്പോൾ ഇൻസ്റ്റന്റ് ആണെങ്കിൽ നേരിട്ട് മാവി ചേർത്ത് കുഴപ്പം. ഇൻസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മാവിൽ ചേർക്കാം. ഇവിടെ 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും നന്നായി കമ്പൈൻ ചെയ്ത ശേഷം ബട്ടറിന്റെ വേണമെങ്കിൽ ഓയിലിനൊപ്പം തന്നെ ചേർത്തിട്ട് നേരിട്ട് നമ്മൾ പാൽ ഒഴിച്ച് കുഴച്ചാൽ ആക്റ്റീവ് ആയതുകൊണ്ട് മിക്സ് ചെയ്ത് ഇപ്പൊ നമ്മുടെ പാല് ഫെർമെന്റ് ആയി ഞാൻ ഇതിലേക്ക് നല്ല സോഫ്റ്റ് ഡോ ചേർത്തിട്ട് കുഴച്ച് വെക്കണം. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കാം. ഒരു ക്ലിംഗ് റാപ്പ് ഇട്ട് ഇത് കവർ ചെയ്ത് വെക്കുക. ഇപ്പൊ ഒരു പാനിൽ കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് സവോള, തക്കാളി, ക്യാപ്സിക്കം എന്നിവ ചേർത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. അര മതിയാവും. അര സവോള, അര തക്കാളി, അര ക്യാപ്സിക്കം. പിന്നെ ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഗരം മസാല, പിന്നെ ജീരകപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ ജീരകമാണ്, പെരിഞ്ജീരകമല്ല. ഇപ്പോൾ ഇതൊന്ന് നന്നായി വഴറ്റുക. പച്ചമണം പോയിട്ട് ഇതിൽ വേവിച്ച് മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് വേവിച്ച് ഇതുപോലെ ഷ്രെഡ് ചെയ്തെടുത്ത് ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുക. ഫില്ലിങ് റെഡിയായി. ഇനി നമ്മുടെ ഈ സമയം കൊണ്ട് ഒരു മണിക്കൂറിൽ നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നു. കുറച്ച് ഡസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ മാവ് നിങ്ങൾക്ക് എത്ര പിസ്സ ബോട്ട്സ് ഉണ്ടാക്കണോ അതനുസരിച്ച് ഡിവൈഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 4 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇച്ചിരി വലുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2 ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഡിവൈഡ് ചെയ്തിട്ട് നമ്മളിത് കുറച്ച് മാവ് എടുത്ത് ഇതുപോലെ ഓവൽ ഷേപ്പിൽ നന്നായി ഒന്ന് പരത്തിയെടുക്കുക. ഈ സമയം കൊണ്ട് ഓവൻ 180°C പ്രീ ഹീറ്റ് ചെയ്യുക. ഒരു ട്രേ റെഡിയാക്കി വെക്കുക. ഇപ്പോൾ ഈ ഓവൽ ഷേപ്പിൽ ഇത് പരത്തിയെടുത്ത ശേഷം കുറച്ച് പിസ്സ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഇട്ടിട്ട് നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒരു ബോർഡ് ഷേപ്പിൽ നിങ്ങളിത് ഷേപ്പ് ചെയ്ത് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു ആ രീതിക്ക് ബോട്ടിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മോസറല്ല ചീസ് ഷ്രെഡ് ചെയ്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓറിഗാനോ സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ചില്ലിയും കൂടെ സ്പ്രിങ്കിൾ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ സൈഡ് കുറച്ച് കോൾഡ് മിൽക്ക് അല്ലെങ്കിൽ അടിച്ച മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കുക. ടോപ്പ് റാക്കി വെച്ച് 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. നമ്മുടെ അടിപൊളി പിസ്സ ബോട്ട്സ് ഇവിടെ തയ്യാറായി. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കാണാനൊരു രസമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് സെർവ് ചെയ്യുകയാണെങ്കിൽ ഇത് ഫുൾ ബോട്ടായിട്ട് സെർവ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലെങ്തി ആയിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.